പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെയുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്തത് യൂണിവേഴ്സിറ്റി +2 ഹോം സയൻസിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 20ാമത്തെ ചാപ്റ്ററാണ് അഡോൾസെൻസ് എന്ന് പറയുന്നത്. കൗമാരം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയത്. ഈ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഇതിൽ 2 മാർക്കിൻ്റെയും 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അവതരിപ്പിക്കുന്നത്. ഗൈഡ് ഉപയോഗിച്ചിട്ടാണ് എല്ലാ വിഷയത്തിൻ്റെ ഗൈഡുകൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ 1 മാർക്കിൻ്റെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പ്രകാരം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ബോർഡിൽ ഇംഗ്ലീഷിൽ എഴുതാൻ കാരണം മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസ് ആകാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ പരീക്ഷയ്ക്ക് വരുമ്പോൾ മലയാളം മീഡിയം പഠിച്ച ഒരാൾക്ക് ചില പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ചാപ്റ്ററും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതി അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ 1-2 ചാപ്റ്റർ പ്രാക്ടീസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മുടെ ഗൈഡുകളിലും ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ എഴുതി അതിൻ്റെ അർത്ഥം മലയാളത്തിൽ എഴുതി പിന്നെ ആൻസർ മലയാളത്തിൽ കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിഫൈൻ ദി ടൈം അഡോൾസെൻസ്. കൗമാരം എന്നാൽ എന്താണെന്നതാണ്. ഈ യൗവന കാലഘട്ടത്തിനും ബാല്യകാലഘട്ടത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നത് കൗമാരം. ഒരു 11-18 പൊതുവെ കൗമാര കാലഘട്ടമായി കണക്കാക്കുന്നു. ഈ ഘട്ടത്തിൽ വളരെ വേഗത്തിൽ ശരീര വളർച്ച ഉണ്ടാകുന്നുണ്ട്, ലൈംഗികപരമായിട്ടുള്ള വളർച്ച ഉണ്ടാകുന്നുണ്ട്, ഒരു പക്വത എത്തുന്ന ഒരു വളർച്ച. അപ്പൊ യൗവനത്തിനും അതേപോലെ തന്നെ ചെറിയ കുട്ടിക്കാലത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ്, ബാല്യകാലത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് കൗമാരം. 18-18 ആളുകളിൽ നല്ല വളർച്ച വികസനവും അതേപോലെ തന്നെ താടി രോമങ്ങളൊക്കെ വളരാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അതേപോലെ തന്നെ ലൈംഗികപരമായിട്ടുള്ള ഒരു ഉത്തേജനമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. രണ്ടാമത്തെ ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് അഡൾട്ട്സ്. സോഷ്യോ ഇമോഷണൽ എന്ന് പറഞ്ഞാൽ സാമൂഹിക വൈകാരികം എന്നതാണ്. ഇമോഷണൽ എന്ന് പറഞ്ഞാൽ വൈകാരികമാണ്. സാമൂഹിക വൈകാരിക വികാസം കൗമാരഘട്ടത്തിലെ സാമൂഹിക വൈകാരിക വികാസത്തെ കുറിച്ച് വിവരിക്കാനാണ്. കൗമാരക്കാരിൽ ആദ്യകാലങ്ങളിൽ പ്രത്യേക മാനസികാവസ്ഥ ഉണ്ടാകും. അവർക്ക് കരയുകയും പെട്ടെന്ന് ചിരിക്കുകയും ചെയ്തു. ശരീരത്തിൽ സംഭവിക്കുന്ന എല്ലാ മാറ്റങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാത്തതിനാൽ അവർ പെട്ടെന്ന് പ്രകോപിതരാകും. എന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും അവർക്കുള്ളിൽ ഹോർമോൺ പ്രവർത്തനം ഇതിനെല്ലാം പരിഹാരമാണ്. സാമൂഹ്യപരമായി അവർ എല്ലായ്പ്പോഴും സമപ്രായപ്പോൾ ഒരേ അവരുടെ ടീനേജിൻ്റെ പേര്. ഈ കണക്കാർക്ക് സ്വന്തമായ സംസ്കാരം, മൂല്യങ്ങൾ, ഭാഷ, വസ്ത്രധാരണ രീതി, സംഗീതം, മറ്റ് ഇഷ്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. ചങ്ങാതിമാരെ ഉണ്ടാക്കാൻ കഴിയാത്തവർ പലരും വിഷാദ രോഗത്തിലേക്ക് പോലും എത്താൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു കാലഘട്ടം, കളിക്കുന്ന പ്രായം, നല്ല ഊർജവും നല്ല വളർച്ചയും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. സ്വന്തം പ്രായക്കാരെ കൂടുതൽ അടുപ്പം ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാവുന്ന ഒരു കാലഘട്ടമായിട്ടാണ് വരുന്നത്. മൂന്നാമത് റൈറ്റ് അബൌട്ട് ദി ലാംഗ്വേജ് ഡെവലപ്മെന്റ് അഡോൾസെൻസ് പീരിയഡ് ആണ്. കൗമാര കാലഘട്ടത്തിലെ ഭാഷാ വികാസത്തെ കുറിച്ച് എഴുതാണ്. മധ്യകാലഘട്ടത്തിന്റെ അവസാനത്തോടു കൂടി ഏകദേശം 4000 മുതൽ 5000 വാക്കുകൾ പരിചിതമാണ്. ഇതിനകം പഠിച്ച പദാവലി കൂടുതൽ ഉപയോഗിച്ചതോടെ കൗമാരക്കാരുടെ ഭാഷ നിഷ്പ്രയാസം സങ്കീർണമാകുന്നുണ്ട്. പദാവലിയിൽ കൂടുതൽ പദങ്ങൾ ചേർക്കാനും സങ്കീർണപരമായ വാക്യങ്ങൾ സൃഷ്ടിക്കാനും അവർക്ക് കഴിയും. ഇവയെല്ലാം നന്നായി ആശയവിനിമയം നടത്താൻ അവരെ സഹായിക്കുന്നു. നാടൻ ഭാഷകളും ഹ്രസ്വവാക്കുകളും കൗമാരക്കാർ ഉപയോഗിക്കുമെന്നുള്ളതാണ്. നാലാമത്തെ ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് ദി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് അഡോൾസെൻസ് ആണ്. കൗമാര കാലഘട്ടത്തിലെ വൈജ്ഞാനിക വികാസത്തെ കുറിച്ചിട്ടാണ്. ഒരു കുട്ടി കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവൻ അല്ലെങ്കിൽ അവൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കൗമാരപ്രായത്തിൽ എല്ലാ കാര്യങ്ങളും മാറ്റേണ്ടതുണ്ട്. സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും സങ്കല്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. വസ്തുതാപരമായ ആശയങ്ങൾ ചിന്തിക്കാൻ കഴിയും. അതിനപ്പുറം കൗമാരക്കാർ കുറെ കൂടി ചിട്ടയോടും പക്വതയോടും ചിന്തിക്കുന്നു എന്നുള്ളതാണ്.
അഞ്ചാമത്തെ ചോദ്യം എക്സ്പ്ലെയിൻ ദി നീഡ് ഓഫ് ഗിവ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ അഡോളസൻസ് ആണ്. കൗമാരക്കാർക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകേണ്ടതിന്റെ ആവശ്യകത എന്താണ്? കൗമാരപ്രായക്കാർക്ക് ലൈംഗിക വിദ്യാഭ്യാസം അനിവാര്യമാണ്. കാരണം കൗമാരഘട്ടത്തിൽ അവസാനത്തോടെ അവൾ ലൈംഗിക പക്വത ഉണ്ടാവും, വിവാഹത്തിനും കുടുംബജീവിതത്തിനും തയ്യാറാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതിനാൽ കൗമാരക്കാർക്ക് അവരുടെ ലൈംഗിക വികാസത്തെക്കുറിച്ച് ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഒരു കൗമാരക്കാരന്റെ ലൈംഗിക സ്വഭാവം നിർണ്ണയിക്കുന്ന അവനോ അവളോ ലൈംഗികതയെക്കുറിച്ച് സ്വീകരിക്കുന്ന മനോഭാവത്തിലൂടെയാണ്. ഈ മനോഭാവങ്ങൾ സ്വായത്തമാകുന്നത് മാതാപിതാക്കളുടെയും സ്കൂൾ പരിസ്ഥിതിയും വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നുണ്ട്. ഈ കാലയളവിൽ നൽകുന്ന ലൈംഗിക വിദ്യാഭ്യാസത്തെ പ്രത്യുൽപാദന ആരോഗ്യത്തിലുള്ള വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നുണ്ട്. ദ്വിതീയ ലൈംഗിക സ്വഭാവ സവിശേഷതകളും ശരീരത്തിലെ ഹോർമോണുകളുടെ പ്രവർത്തനവും അവരുടെ മനസ്സിനെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിനാൽ സമപ്രായക്കാരിൽ നിന്നും അച്ചടി പുസ്തകങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കും. സമപ്രായക്കാർ നൽകുന്ന വിവരങ്ങൾ എല്ലായ്പ്പോഴും ശരിയല്ല, കൂടാതെ ധാരാളം തെറ്റിദ്ധാരണകളും വീഴ്ചകളും അടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ പുസ്തകങ്ങൾ നിലവാരമില്ലാത്തതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിരുന്നു. അതോടെ ആശയക്കുഴപ്പങ്ങൾ വർദ്ധിക്കുന്നു. ലൈംഗികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ മാതാപിതാക്കൾക്കും, പക്ഷേ ഭൂരിഭാഗം മാതാപിതാക്കളും ചോദ്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിൽ അസ്വസ്ഥരായിരുന്നു. ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകാൻ മാതാപിതാക്കൾ മടിക്കരുതേ എന്നതാണ്. ആറാമത്തെ ചോദ്യം ഡിസ്ക്രൈബ് ദി റോൾ ഓഫ് പാരന്റ്സ് പ്ലീസ് സ്കൂൾ ടീച്ചേഴ്സ് ഇൻ ദി പീരിയഡ് ഓഫ് അഡോളസൻസ് ആണ്. കൗമാര കാലഘട്ടത്തിൽ മാതാപിതാക്കൾക്കും സമപ്രായക്കാർക്കും സ്കൂളിലും അധ്യാപകർക്കുള്ള പങ്ക് എന്തൊക്കെയാണ്? മാതാപിതാക്കളുടെ പങ്ക് എന്താ? കൗമാരപ്രായത്തിൽ കുട്ടികൾ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് സ്വാതന്ത്ര്യം ആരംഭിക്കുന്നു. എന്നിട്ടും അവർ അവരുടെ ആവശ്യങ്ങൾക്കായി മാതാപിതാക്കളെ ആശ്രയിക്കുന്നുണ്ട്. മാതാപിതാക്കൾ അവരെ നിയന്ത്രിക്കുന്ന അവർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാക്കാൻ കാരണമാണ്. ഇവിടെ മാതാപിതാക്കൾ തങ്ങളുടെ കൗമാരക്കാര കുട്ടികളെ എത്രമാത്രം നിയന്ത്രണം ഏർപ്പെടുത്തണം, എത്ര സ്വാതന്ത്ര്യം നൽകണം തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തത ഉള്ളവരാണ്. ചുരുക്കത്തിൽ മാതാപിതാക്കൾ അനുരൂപവും പ്രവർത്തനപരമായ അച്ചടക്കവും ഉപയോഗിക്കേണ്ടതുണ്ട്. കൗമാരക്കാരൻ വളരും തോറും ചില മാതാപിതാക്കൾ കുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുകയും അതേസമയം കൗമാരക്കാരൻ്റെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും കൂടുതൽ സ്വതന്ത്രം ഉത്തരവാദിത്വം ഉള്ളവരായി തീരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ കർക്കശപരമായ മാതാപിതാക്കൾ കുട്ടികൾക്ക് സ്വയം തീരുമാനമെടുക്കാൻ അനുവാദിക്കാത്തവരാണെങ്കിൽ സ്വതന്ത്രമാക്കാനുള്ള കൗമാരക്കാരൻ്റെ കഴിവിനെ തടസ്സപ്പെടുന്നുണ്ട്. മറുവശത്ത് മാതാപിതാക്കൾ നിസ്സംഗരാണെങ്കിൽ അഥവാ കുട്ടികളുടെ പ്രശ്നങ്ങളോട് മുഖത്തിരിക്കുന്ന ശ്രദ്ധ പുലർത്തുകയും കുട്ടികളും വ്യത്യസ്ത മനോഭാവമുള്ളവരായി തീരുന്നു. കുടുംബകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും അവരുടെ അഭിപ്രായത്തെ വിമതിക്കുവാനും അവരുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കാനും കൗമാരക്കാരെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കണം. രക്ഷാകർത്ത കൗമാര ബന്ധം പരസ്പര ബഹുമാനവും സ്നേഹമുണ്ട്. ഇനി സമപ്രായക്കാരുടെ പങ്കെന്താ? കൗമാരപ്രായത്തിൽ മിക്കവാറും 14-16 ഇടയിൽ പ്രായമുള്ളവരാണ്. അവരുടെ ഇടപെടൽ മാതാപിതാക്കളിൽ നിന്ന് സമപ്രായക്കാരുള്ളവരിലേക്ക് ക്രമേണ മാറുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന കുടുംബഘടന, അതായത് അണുകുടുംബം കൂട്ടുകുടുംബത്തെ തകർക്കുന്നതും ഹയർ ഗ്രൂപ്പിനെ വളരെ പ്രധാനമാക്കുന്നുണ്ട്. അണുകുടുംബങ്ങളിൽ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആരുമില്ല. താഴെ പറയുന്ന കാര്യങ്ങളാൽ പിയർ ഗ്രൂപ്പ് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഈ സ്കൂളിലെ അധ്യാപകരുടെ പങ്കെന്താണ്? കൗമാരക്കാരുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിൽ കുടുംബം ഒഴികെയുള്ള പ്രധാന സ്ഥാപനമാണ് സ്കൂൾ. കൗമാരക്കാരെ നിരവധി സാമൂഹികവും അക്കാദമികപരമായ കഴിവുകൾ പഠിപ്പിക്കുന്നതിന് സ്കൂളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സ്കൂൾ പരിസ്ഥിതിയെയും അധ്യാപകരെയും ആശ്രയിച്ചിരിക്കും. സ്കൂൾ അച്ചടക്കം വളരെ കഠിനമല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കാഴ്ചപ്പാട് മാനിക്കപ്പെടുന്നെങ്കിൽ കൗമാരക്കാർക്ക് അക്കാദമിക് ജോലികൾ ആസ്വദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അധ്യാപകർ ശരിയായ പരിശീലനം, ഊഷ്മളത, ഉത്സാഹം എന്നിവ കാണിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾ മറിഞ്ഞിരിക്കുന്ന കഴിവുകൾ തിരിച്ചറിയാം. അത് പുറത്തു കൊണ്ടുവരുന്നതിലൂടെ അവർക്ക് സ്വയം നല്ല അനുഭവം ആസ്വദിക്കാൻ കഴിയുമെന്നതാണ്. മറുവശം മോശം പരിശീലനം ലഭിച്ച വലിയ കഴിവില്ലാത്ത അധ്യാപകർ ധാരാളം ജോലിഭാരം, കർശനപരമായ പാഠ്യപദ്ധതി ചട്ടങ്ങൾ എന്നിവ വിദ്യാർത്ഥികൾ പ്രതികൂല പ്രത്യാഘാതമുണ്ടാക്കും. അതിലൂടെ അവർക്ക് പഠനത്തോടും എല്ലാ താല്പര്യങ്ങളും നഷ്ടപ്പെട്ടേക്കാം. പലരും പഠനം നിർത്തിയേക്കാം. രക്ഷാകർത്താവിൻ്റെ സജീവമായ താല്പര്യം സ്കൂളിനെയും അധ്യാപകരെക്കുറിച്ചുള്ള അവരുടെ മനോഭാവങ്ങളെയും കൗമാരക്കാർക്ക് സ്കൂളിനെക്കുറിച്ചും അധ്യാപകരെക്കുറിച്ചും എങ്ങനെ തോന്നും എന്നതിനെ സ്വാധീനിക്കും. അധ്യാപന വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമാണെങ്കിൽ അവർ മാതാപിതാക്കളെക്കാൾ അധ്യാപനം ശ്രദ്ധിക്കാൻ സാധ്യതയുണ്ട്. എട്ടാമത്തെ ചോദ്യമാണ് ഡിസ്ക്രൈബ് ദി ഡെവലപ്മെന്റ് ടാസ്ക് ഡ്യൂറിംഗ് അഡോൾസൻസ് ആണ്. കൗമാരപ്രായത്തിലെ വികസന ചുമതലകൾ എന്തൊക്കെയാണ്? കൗമാരപ്രായത്തിൽ സംഭവിക്കുന്ന വിവിധ മേഖലയിൽ വികാസം അവരുടെ വൈകാരിക വികാസത്തിന്റെ വളരെ പ്രധാന സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇവയെ വികസന ചുമതലകൾ എന്ന് വിളിക്കുന്നുണ്ട്. ഒരാളുടെ ശരീരത്തെ അംഗീകരിച്ച് ഫലപ്രദമായി ഉപയോഗിക്കുക എന്നാണ് ഒന്നാമത്തെ ദൗത്യം. രണ്ട് ലിംഗത്തിൽപ്പെട്ടവരും പ്രായമെന്നെ പുതിയതും കൂടുതൽ പക്വതയുള്ളതുമായ ബന്ധം കൈവരിക്കുക.
3 പുല്ലിംഗമോ സ്ത്രീലിംഗമോ ആയ സാമൂഹിക ലൈംഗിക പങ്കാളിത്തം കൈവരിക്കുക. അതായത് സമൂഹത്തിലെ ഉത്തരവാദിത്തമുള്ള ഒരു പുരുഷനോ സ്ത്രീയോ ആകാനുള്ള കഴിവ് കൈവരിക്കുക. 4 മാതാപിതാക്കളിൽ നിന്ന് മുതിർന്നവരിൽ നിന്നും വൈകാരിക സ്വാതന്ത്ര്യം കൈവരിക്കുക. ഒരു കൂട്ടം മൂല്യങ്ങൾ കൈവരിക്കുക. ഒരു കരിയറായി തയ്യാറെടുക്കുക. വിവാഹത്തിനും കുടുംബജീവിതത്തിനും ഒരുങ്ങുക എന്നതാണ്. അടുത്ത ചോദ്യമാണ് കൗമാരക്കാരുടെ സാധാരണ സ്വഭാവ ഗുണങ്ങൾ എന്തെല്ലാം? കൗമാരപ്രായത്തിൽ കുട്ടികൾക്ക് ചില പ്രത്യേക സ്വഭാവ ഗുണങ്ങളുണ്ട്. അത് അവരെ മുതിർന്നവരിൽ നിന്ന് മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തനാകുന്നു. അത്തരം ചില സ്വഭാവ സവിശേഷതയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമത് അവരുടെ രൂപവും ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. രൂപത്തിലും ശരീരത്തിലും ഉണ്ടാകുന്ന ഈ മാറ്റം അനുഭവമാണെന്നും മറ്റുള്ളവർ തങ്ങളെ ശ്രദ്ധിക്കുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. മിക്ക കൗമാരക്കാരും അവരുടെ രൂപത്തെക്കുറിച്ച് വിഷമിതരാണ്. മുഖക്കുരു, താടിയുടെ വളർച്ച എന്നിവയെക്കുറിച്ച് അവർ ഉത്കണ്ഠരാണ്. രണ്ടാമതായി എല്ലാ കൗമാരക്കാരും പിയർ ഗ്രൂപ്പ് സംസ്കാരം പിന്തുടരുന്നുണ്ട്. സംസാരത്തിലും നടത്തത്തിലും പെരുമാറ്റമുള്ള ഒരു പ്രത്യേക രീതി അവർക്കുണ്ട്. എതിർലിംഗത്തിൽപ്പെട്ടവരോടുള്ള തീവ്രമായ അടുപ്പമുണ്ടാവും. കൗമാരക്കാരുടെ മറ്റൊരു പ്രത്യേകത ആദർശവാദമാണ്. നല്ല ആളുകൾ എങ്ങനെയായിരിക്കണം, എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് കൗമാരക്കാരൻ വികാരധീനമായ ആശയമുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ലതും വൃത്തിയുമുള്ളതുമായ ഈതപൂർവമായ ആദർശപരമായ ലോകത്തിലാണ് അവർ പൊതുവെ വിശ്വസിക്കുന്നത്. മാതാപിതാക്കൾ അംഗീകരിക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. മിക്കവാറും എല്ലാ കൗമാരക്കാരും അവരുടെ സ്വന്തം തലമുറയും മാതാപിതാക്കളുടെ തലമുറയും തമ്മിലുള്ള തലമുറ വിടവ് അനുഭവപ്പെടും. കൗമാരക്കാരനെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ച് അവന് വളരെ വിഷാദം അനുഭവപ്പെടും. കൗമാരക്കാർ വൈകാരികമായി പൂർണ്ണ പക്വത കൈവരിക്കാത്തവരാണ്. അതിനുള്ള കാരണം മറ്റുള്ളവരുടെ വാക്കുകൾ അവരെ വേഗത്തിൽ സ്വാധീനിക്കാം. കൗമാര വികാസനത്തിന്റെ ഒരു പ്രധാന ബോധ്യം അവരുടെ വ്യക്തിത്വ രൂപീകരണമാണ്. ഞാൻ ആരാണ് എന്ന ചോദ്യം അവരുടെ മനസ്സിനെ മിക്കപ്പോഴും വേട്ടയാറുണ്ട്. കൗമാരക്കാർ അവരുടെ ചുറ്റുമുള്ള ആളുകൾ, പ്രത്യേകിച്ച് സമപ്രായക്കാർ, അവരുടെ ഗുണങ്ങൾ, ശാരീരിക ക്ഷമത, പെരുമാറ്റം എന്നിവയിൽ സന്തുഷ്ടരാണെങ്കിൽ അവരുടെ പോസിറ്റീവ് ആശയം വികസിപ്പിക്കുന്നുണ്ട്. വർദ്ധിച്ച വൈജ്ഞാനിക കഴിവുകൾ ഉപയോഗിച്ച് അവർ അവരുടേതായ നിയമങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിലൂടെ അവരുടേതായ വ്യക്തിത്വങ്ങളും കൈവരിക്കുന്നുണ്ട്. എക്സ്പ്ലെയിൻ ദി വേരിയസ് പ്രോബ്ലം ബേസ്ഡ് അഡോളസൻസ് ആണ്. കൗമാരക്കാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ എന്തെല്ലാം? കൗമാരക്കാരായ കുട്ടികൾ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ പ്രായത്തിൽ ശാരീരിക മാറ്റങ്ങൾ വളരെ വേഗത്തിൽ സംഭവിക്കും. അതോടൊപ്പം മറ്റു മേഖലകളിലും മാറ്റം സംഭവിക്കുന്നുണ്ട്. മാതാപിതാക്കളെയും മറ്റു മുതിർന്നവരുടെയും പ്രതീക്ഷകൾ മാറുന്നു. ഇതെല്ലാം കൗമാരക്കാരെ വളരെയധികം ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. മാതാപിതാക്കളുടെയും സമപ്രായക്കാരുടെയും പിന്തുണയോടെ മിക്ക കൗമാരക്കാരും ഈ കാലഘട്ടത്തിൽ പക്വത വ്യക്തിത്വങ്ങളായി ഉയർന്നു വരുന്നു. എന്നാൽ ചിലർ അവരുടെ പെരുമാറ്റത്തിന് വൈകല്യങ്ങൾ ഉണ്ടാകാം, ഭക്ഷണക്രമക്കേടുകൾ ഉണ്ടാകാം, ആത്മഹത്യ പ്രവണതകൾ ഉണ്ടാകും, സമപ്രായക്കാരുടെ സമ്മർദ്ദം ഉണ്ടാകും, വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, സാമൂഹിക പ്രശ്നങ്ങളുണ്ട്, ജൈവിക പ്രശ്നങ്ങളുണ്ട്, കൗമാരപരമായ ഗർഭധാരണം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നതാണ്. ഇതോടെ നമ്മൾ ചാപ്റ്റർ അവസാനിക്കുകയാണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അവതരിപ്പിക്കാം. എന്തെങ്കിലും സംശയം ചോദിക്കാം. ഗൈഡുകൾ എല്ലാ വിഷയത്തിൻ്റെ ആവശ്യമുള്ളവർ ചോദിക്കാം. എല്ലാ വിഷയത്തിൻ്റെ ക്ലാസ്സുകൾ ലഭിക്കാൻ നമ്മുടെ ചാനൽ നിങ്ങൾ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അഡ്മിഷൻ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും എല്ലാ ജില്ലകളിലും നമ്മുടെ എക്സാം സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ പരീക്ഷ എഴുതാൻ പറ്റുന്ന രീതിയിൽ 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ടൊക്കെ നമ്മൾ SSLC +2 നൽകുന്നുണ്ട്. വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്നവർക്ക് പോസ്റ്റ് എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള +2 SSLC നൽകുന്നുണ്ട്. ഗൾഫിലുള്ളവർക്ക് നാട്ടിൽ വന്ന് എഴുതാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്. ശ്രീനാരായണ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മുടെ കീഴിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷന് കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക. 9037114679. ഓക്കെ, താങ്ക് യു.